ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ ഷോർട്ട് കൊച്ചിൻ ട്രിപ്പിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഇറങ്ങിയ പാട് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിച്ച് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചി ഭാഗത്ത് ആണ് റൂം എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളെത്തിയപ്പോൾ റൂം ക്ലീൻ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് കരുതി ദ സോൾട്ട് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. അതുപോലെ തന്നെ നല്ല റിവ്യൂ ആയിരുന്നു ഫുഡിൻ്റെത്. അതുകൊണ്ട് നമ്മളിവിടെ കയറിയിട്ടുള്ളത്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഒരു മീൽസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ബീഫിൻ്റെ ഒരു സ്റ്റേക്കും റൈസും, പിന്നെ ഈ ഒരു കരിമീൻ പൊള്ളിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ ഒരു ചീസി ബാർബിക്യൂവും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് ഒരു ലെമണേഡും കൂടെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് നമ്മൾ ഹോട്ടലിലെത്തിയപ്പോഴേക്കും നമ്മുടെ റൂം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് booking.com സെർച്ച് ചെയ്തിട്ടാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരുപാട് വലിയ റൂമൊന്നുമല്ല. 1-2 ദിവസം സ്റ്റേ ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേ സൈഡിലായിട്ട് ഒരു ടീ കോഫി സ്റ്റേഷൻ ഉണ്ട്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അടിയിലായിട്ട് ഒരു ചെറിയ ഒരു ഫ്രിഡ്ജുണ്ട്. പിന്നെ ഈ ബെഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു സോഫ ബെഡും കൂടെ ഉണ്ട്. കുട്ടികൾക്ക് 2 പേർക്കൊക്കെ കിടക്കാനുള്ള സൗകര്യത്തിലുള്ള ഒരു സോഫ ബെഡാണിത്. പിന്നെ ഇതുപോലെ ഒരു ടേബിളും ഒരു ചെയറും ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ബോട്ടിൽ വെള്ളവും 2 ഗ്ലാസും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സോഫ ബെഡ് അവർ സെറ്റ് ചെയ്ത് തരും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ പുറത്ത് പോയി വരുമ്പോഴേക്കും സെറ്റ് ചെയ്യും. പിന്നെ ഇതുപോലെ വാർഡ്രോബ്സും അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസും അവിടെ ഉണ്ട്. പിന്നെ ഇത് വാഷ്റൂമും നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂമായിരുന്നു. നീറ്റ്നെസ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇവിടെ ടവൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ഷവർ ഏരിയ ഉണ്ട് സെപ്പറേറ്റായിട്ട്. അവിടെയും ടവൽസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ഇതുപോലെയുള്ള ഹോട്ടൽ വാഷ്റൂംസിലൊക്കെ കാണുന്ന പോലെ ബോഡി ലോഷനും അതുപോലെ ഷാംപൂ, സോപ്പ്, ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പുറത്തിറങ്ങാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. ഒരു മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുള്ള സമയമാണിപ്പോൾ. അത്യാവശ്യം ടൈമായിട്ടുണ്ട്. 5-6 മണിയായി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു ബോട്ടിംഗ് എടുക്കാമെന്നാണ്. ഒരു 1 hour ബോട്ടിംഗ് സർവീസ്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെയൊക്കെ നടന്നതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ബോട്ടിംഗ് സർവീസ് എടുത്തിട്ടുണ്ട്. അവിടെ പല ടൈപ്പ് ബോട്ടിംഗ് സർവീസസും ഉണ്ട്. ഇവിടുന്ന് ബോൾഗാട്ടി പാലസിലേക്ക് വില്ലിംഗ്ടൺ ഐലൻഡിലേക്കൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു എല്ലാ ഏരിയ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലുള്ള ചെറിയൊരു 1 hour ബോട്ടിംഗ് ആണ് എടുത്തിട്ടുള്ളത്. ഈവനിങ് ടൈമാണ്. അതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴ കാര്യമായിട്ടൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ പോകുമ്പോൾ തന്നെ ബോൾഗാട്ടി പാലസ് ഐലൻഡ് റിസോർട്ട് എല്ലാം നമുക്ക് കണ്ടിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മറൈൻ ഡ്രൈവിൽ തന്നെയുള്ളൊരു വാച്ച് വാങ്ങിക്കാനായിട്ട് കയറിയിട്ടുള്ള ഷോപ്പിലാണ് ഇപ്പോൾ. മോൾക്ക് ഒരു വാച്ച് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനിപ്പോൾ നേരെ ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ്. കാസ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുള്ളത്. ഭയങ്കര ഫേമസ് റെസ്റ്റോറൻറ്റാണ്. നമ്മളവിടുന്ന് ബീഫിൻ്റെ റിബ്, ബീഫ് സ്റ്റൂ, പൊറോട്ടയൊക്കെ പറഞ്ഞിട്ട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കി ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളതൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ റൂമിൽ പോയി. അടുത്ത ദിവസം രാവിലെയാണ് നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ബുഫേ ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ വരുന്ന സമയത്ത് അവിടെ ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കോൺഫ്ലെക്സും അങ്ങനെയുള്ള ബ്രെഡ്, ജാം അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ്, പിന്നെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, ചട്നി അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ പൂരി, ബാജി, വട അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞാൻ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഓംലെറ്റ്, ടീ, കോഫിയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ല ഫുഡായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഇനിയിപ്പോൾ നേരെ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് ഡച്ച് പാലസ് കാണാനായിട്ടാണ്. മട്ടാഞ്ചേരിയിലാണ് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡച്ച് പാലസ് ഉള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ജൂ ടൗണും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് എഴുതിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഡച്ച് പാലസിൽ വന്നിട്ടുള്ളത്. നമുക്കിവിടെ എൻട്രി ചെയ്യാം. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ട്. അതിന് ഓപ്പണിങ്ങും ക്ലോസിങ് ടൈമിങ്ങും ഒക്കെ ഉണ്ട്. ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുറച്ച് പ്രസാദം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഇവിടെ സൈഡിലുള്ള ഈ ഒരു പഴയന്നൂർ ഭഗവതി ടെമ്പിൾ, ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത്, പക്ഷേ ഇവിടെ നമുക്ക് ഫോട്ടോസൊന്നും അലോ ചെയ്യില്ല. പിന്നെ അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരത്തെ ജൂ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലും കുറേ പഴയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ കുറേ ആൻറ്റിക് പീസസ് സെല് ചെയ്യാനും സ്പൈസസ് ഒക്കെ സെല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഉള്ളത് ഇങ്ങനത്തെ സാധനങ്ങളാണ്, ആൻറ്റിക് ഐറ്റംസ്, അതുപോലെ സ്പൈസസ്. പിന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ കൂടെ നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനായിട്ടുള്ള ഏരിയയാണ്. 2 സൈഡിൽ ഇതുപോലത്തെ പല പല ഷോപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ ഡ്രസ്സുകൾ, ജ്വല്ലറീസ്, ആൻറ്റിക് ഐറ്റംസ്. പിന്നെ ഇത് കൂടാതെ തന്നെ ഇവിടെ കഫേകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നപ്പോൾ ഫസ്റ്റിൽ കണ്ട ഒരു കഫേയാണിത്, ക്ലാസിക് ആർട്ട് കഫേ. പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കഫേ. അവരുടെ മെനു ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കയറിയപ്പോഴാണ് അവിടെ ഒരുപാട് ആൻറ്റിക് ഐറ്റംസ്, അതുപോലെ നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സ് എല്ലാം കണ്ടത്. ഇതൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ സെല്ല് ചെയ്യാനും കൂടെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് എഴുതിയിരുന്നതാണ്. നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. എന്നാലും നമ്മളിപ്പോൾ ഒരു കോഫി അതുപോലെ മാംഗോ ലസ്സിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കോഫി സെർവ് ചെയ്തത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, ആ ഒരു പാത്രവും അതിൻ്റെ ഒരു സ്പൂണൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ പോണത് സിനഗോഗാണ്. ഇതും ഒക്കെ ഒരു റൂട്ടിൽ തന്നെയാണ്. നമുക്ക് വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് പോകാവുന്ന ദൂരമേ ഉള്ളൂ. പോകുന്ന വഴിക്കുള്ള ഇതാണിത്, ജൂ ടൗൺ ആണിത്. ഇതിനകത്തുള്ള ഷോപ്പുകളൊക്കെയാണ്. അപ്പോൾ അതായത് നമ്മൾ സിനഗോഗ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് 10 രൂപയാണ് എൻട്രി ഫീ ഉള്ളത്. ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോരോ കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന പല പല പെയിൻറ്റിങ്സ് അവിടെ ഉണ്ട്. അത് ഇയേഴ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവർ പെയിൻറ്റിങ്സ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനടിയിൽ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോകുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. നമ്മുടെ കൂടെ നമ്മുടെ ഒരു ടൂർ ഗൈഡും ഉണ്ട്. ഇതാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാസ്കോ ഡ ഗാമനെ ബറി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചർച്ചിലാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 14 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു, അവർ ഇവിടുന്ന് പോർച്ചുഗലിലേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ആയിരുന്നു മുന്നേ വാസ്കോ ഡ ഗാമയുടെ ടോം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇങ്ങോട്ടാണ്. ഇവിടെ ഫിലിം ഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇപ്പം നമ്മുടെ ബിഗ് ബി സിനിമ ഉണ്ടല്ലോ, ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയായിരുന്നു. ബിഗ് ബി സിനിമയിലെ മേരി ടീച്ചറുടെ വീടായിരുന്നു ഈ ഒരു ഏരിയ. വാസ്കോ ഹോം സ്റ്റേ എന്നാണ് അതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാമെന്നാണ് ഇപ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് പറയണത്. പിന്നെ ഇത് കേരളത്തിലെ ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു നേരത്തെ കാണിച്ചത്. പിന്നെ ഇവിടെയും ഇതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. വാസ്കോ ഡ ഗാമ വന്ന സമയത്ത് തന്നെ ഡച്ചുകാരും ഇവിടെ വന്നു. അതിൽ 114 പേരെ സമാധിൻ്റെ ഇവിടെ, 114 പേര്. അതിൽ ഈ സെമിട്രിയുടെ പ്രത്യേകം വെച്ചാൽ സ്റ്റാൻഡിങ്, ആ കാണുന്നൊക്കെ നോക്കിയേ, നിർത്തി നമ്മൾ പണ്ട് നിർത്തി ഇങ്ങനെ വിളിച്ചിട്ടില്ലേ, സ്റ്റാൻഡിങ് സെമിട്രി. പിന്നെ സെൻട്രലൊക്കെ കാണുന്നുണ്ടല്ലേ ഒരു പിരമിഡ് പോലെ, അതൊക്കെ ഇരുത്തി കുഴിച്ചില്ലേ, സിറ്റിങ്. പിന്നെ ഈ കാണുന്നൊക്കെ നമ്മുടെ സാധാരണ നോർമലി അതും ഇതിനകത്ത് നോട്ടീസ് വരുന്നുണ്ട്. പിന്നെ സെൻറ്റ് ഫ്രാൻസിസ് അവരൊക്കെ എഴുതായി പോയി. ഇത് ഡച്ച് സിമെട്രിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞു തന്നത്. ഞാനത് അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ അകത്ത് കിടക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ എന്നാലും പുറത്തുനിന്ന് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഇതും ഏതൊക്കെയോ ഫിലിമിലൊക്കെ ഉണ്ടെന്നാണ് ആൾ പറയുന്നത്. പിന്നെ ഇത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചന്ദനത്തിരിയുടെ ഒക്കെ ഒരു ഷോപ്പിലാണ്. ഇതാണ് വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഹാൻഡ് മെയ്ഡ് അഗർബത്തി. അത് സാൻഡൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 412 കിലോഗ്രാമാണ് അതിൻ്റെ വെയിറ്റ്. 69 ഫീറ്റ് ലെങ്ത്തും ഉണ്ട് അതിന്. ഇവിടെ ഈ ഒരു ചന്ദനത്തിരി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട്. പിന്നെ പല ടൈപ്പ് ചന്ദനത്തിരികളുടെ എന്താ പറയുക, കൂട്ടുകളും അതുപോലെ ചന്ദനത്തിരികളും ഒക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ളതൊക്കെ ഒരുപാട് ചന്ദനത്തിരികൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് പെർഫ്യൂം ബോട്ടിൽ. ഇതിൽ 3600 ലിറ്റർ പെർഫ്യൂം ഫില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിന് 10 ഫീറ്റാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് ജാസ്മിൻ പെർഫ്യൂമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആൽക്കഹോൾ ഫ്രീ പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ വന്നിട്ടുള്ളത് പോലീസ് മ്യൂസിയത്തിലാണ്. ഇവിടെ
ഓരോരോ കാലഘട്ടത്തിലായിട്ടുള്ള പോലീസിൻ്റെ യൂണിഫോംസ് അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റിൽ അവരുടെ പോലീസ് ഗാർഡ് ഉണ്ടല്ലോ, കിങ്ങിൻ്റെ ഗാർഡ്, അവരുടെ യൂണിഫോം മുതൽ ഇപ്പോഴത്തെ യൂണിഫോം വരെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഇതൊക്കെ അവർ ഫസ്റ്റിലൊക്കെ അവർ യൂസ് ചെയ്തിരുന്നതാണ്. ഇതായിരുന്നു ഫസ്റ്റിലെ യൂണിഫോം പോലീസിൻ്റെ. പിന്നെ അതവിടെ ഹാൻഡ് കഫ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പല പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഓരോ യൂണിഫോം അവരുടെ കാര്യങ്ങളൊക്കെ. ഇതായിരുന്നു വനിതാ പോലീസിൻ്റെ ഫസ്റ്റിലെ യൂണിഫോം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പാണ്. അവിടെയാണ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് വാർപ്പ്, ഏറ്റവും വലിയ ഉരുളി അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്തിരുന്നിട്ട് നമ്മളൊരു പിക്ചർ എടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് വാർപ്പ് ഡിസ്പ്ലേഡ് ഹിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇയാളായിരുന്നു നമ്മുടെ ടൂർ ഗൈഡ്. ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളൊന്ന് പോസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. നല്ലൊരാളായിരുന്നു, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. അവിടെ ജനിച്ച് വളർന്ന ആളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സിനിമ പ്രേമിയും കൂടിയാണ്. ഏതൊക്കെയോ സിനിമയിലൊക്കെ ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രഷ് ഫിഷ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മളവിടുന്ന് ഫിഷ് കറി മീലും അതുപോലെ ഫ്രഷ് ഫിഷും സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫിഷ് കറി ആയിരുന്നു കേട്ടോ. അത് കാരമീനാണ്. പിന്നെ നമ്മൾ ഫിഷ് സെലക്ട് ചെയ്ത് പൊള്ളിക്കാനും ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊള്ളിച്ചതുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ടാണ് മസാല റെഡിയാക്കിയെന്നവർ പറഞ്ഞത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഫ്രൈ തവ ചെയ്തതിനേക്കാളും ടേസ്റ്റ് ഈ ഒരു പൊള്ളിച്ചതിനായിരുന്നു. ആ ഒരു ഫിഷ് കറി പിന്നെ അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് സൈഡും പിന്നെ ഈ ഒരു തവ കൂടി കഴിക്കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പിസ്സ പറഞ്ഞത്. അപ്പോൾ അതും കഴിച്ചിട്ട് നമ്മൾ അവിടെ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ഹാർബറിലേക്ക് നടന്നതാണ്. കൊച്ചിൻ ഹാർബർ അവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നടക്കാവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്താണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. അപ്പോൾ അതിവിടെ ചീനവലയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ ഇനിയിപ്പം വാട്ടർ മെട്രോയിൽ പോകാനായിട്ട് വന്നിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വാട്ടർ മെട്രോയിൽ പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് 50 രൂപയാണ് വൺ വേ എടുക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവിടെ എത്തി നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് തിരിച്ച് ഇതുപോലെ തന്നെ വാട്ടർ മെട്രോയിൽ തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ലുലു മാളിൽ പോകാൻ വേണ്ടിയിട്ട് ജങ്കാറിലാണ് പോകുന്നത്. ഡയറക്റ്റ് നമ്മൾ റോഡ് വഴി പോവുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ജങ്കാർ വഴിയാണ് പോകുന്നത്. അങ്ങനെ പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലുലുവിൽ വന്നപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മയും അനിയന്മാരും ഇപ്പം എല്ലാവരും കൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ട് കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് അവിടെ സംസാരിച്ച് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് വീട്ടിൽ പോയി. നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടൽ റൂമിലും പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത ദിവസം രാവിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. ഇന്നിപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ചെക്കൗട്ട് ചെയ്ത് പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.